ഇന്ന് ഇവിടെ വെറൈറ്റി ആയൊരു കറി ഉണ്ടാക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും നമ്മുടെ ഇരുമ്പം പുളിഞ്ചിക്ക എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ തരത്തിലല്ലേ പറയുക. ഇവിടെ ഇരുമ്പം പുളി എന്നാണ് പറയല് ഇതിന്. പിന്നെ കണ്ണൂർ ആ ഭാഗത്തൊക്കെ പുളിഞ്ചിക്ക എന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്. വേറെ നാട്ടിലൊക്കെ എന്താണെന്നറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു കറിയാണേ. ഞാനും ഫസ്റ്റ് ടൈമാണ് വയ്ക്കുന്നത്. ഇത് ഞങ്ങളുടെ നെയ്ബർ ശാരദ ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ചേച്ചിയാണിത് കുറച്ച് കൊണ്ടു തന്നത്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഇത്രയൊന്നും വേണ്ട. ഈ ശരിക്കും പറഞ്ഞാൽ ഇരുമ്പം പുളി ഒരുപാട് കഴിക്കാൻ പാടില്ല, കുറച്ച് പുളിക്ക് വേണ്ടിയിട്ടുള്ളത് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കണ്ടോ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ആട്ടോ മുറിച്ചെടുത്തേക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ, ഫസ്റ്റ് ടൈം കാണുന്നവരോ അല്ലെങ്കിൽ എങ്ങനെ മുറിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് കണ്ട ഇതുപോലെ നീളത്തിൽ ഇത് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാം മുറിച്ചിട്ട് കാണിക്കാം. ഇതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇരുമ്പം പുളി മുറിക്കാമല്ലോ. അതാ ഞാൻ തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് എടുത്തിട്ടാണ് കേട്ടോ മുറിച്ചത്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല ഇതിൽ. കാരണം എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കുറച്ച് വേവുള്ളതിനുകൊണ്ട് ഇത് കുറച്ച് വേവാകുമ്പോഴേ നമ്മൾ ഇരുമ്പം പുളി ഇടുന്നത്. അപ്പോൾ പൊടിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാദ്യം വേവിക്കാൻ വയ്ക്കാം. എന്താ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അടച്ച് വെക്കാം കേട്ടോ, അടച്ച് വെച്ച് വേവിക്കാം. ഇത് പരിപ്പും ഇരുമ്പം പുളിയും കൂടി എല്ലാവരും ആക്കിയിട്ടുണ്ടാവുമല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു പരിപ്പിന് പകരം ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് മാത്രം. ഇരുമ്പം പുളി ഇതാ പകുതി മുറിച്ചിട്ട് അതും ഇതുപോലെ നീളത്തിലാണ് കേട്ടോ മുറിക്കണേ. നല്ല ഉറപ്പുണ്ട്. ഇതെല്ലാം മുറിച്ചിട്ട് കാണിക്കാം. ഇതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്തുണ്ടാവില്ല, അതിലേക്ക് ഇടാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ കളർ മാറിയണ്ടോ. അതങ്ങനെ പെട്ടെന്ന് ആയിക്കോളും. ആ ചൂടിൽ നല്ല തിളച്ചതല്ലേ. ഇനി പൊടിയിടാം. ഇനി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ. കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ അധികം എരിവൊന്നുമില്ല, കളറുണ്ട്. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇതിലേക്ക് ഇനി തേങ്ങ മാത്രം അരച്ച് ചേർക്കുന്നുള്ളൂ, ജീരകം അരച്ച് ചേർക്കുന്നില്ല. കാരണം ജീരകം ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരയ്ക്കാം. ഇത് ഞാൻ പുളി ചേർത്തപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ, പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി നമ്മൾ തിളപ്പിക്കുമല്ലോ, അപ്പോൾ വെന്തോളും ഇരുമ്പം പുളി. ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് അരച്ചത് തേങ്ങ അതിലേക്ക് ചേർക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ജാറിലുള്ളതും എല്ലാം കൂടി ചേർത്ത് അതെല്ലാം ചേർത്തു തേങ്ങ. നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർത്തു. ഉപ്പ് കുറവായതുകൊണ്ട് പിന്നെ ഇതുണ്ടല്ലോ ഇങ്ങനെ പച്ചമണം മാറാനുണ്ടല്ലോ, നമ്മൾ അടച്ച് വെക്കരുത് കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പോകും. നമ്മളിങ്ങനെ സിമ്മിലിട്ടിട്ട് വെക്കാൻ മതി. എന്നിട്ട് ഇത് ഓഫാക്കായിട്ടോ. നമുക്കിനി വറുത്തിടണം. വറുത്തിടാനായിട്ട് കടുകും ചുവന്ന മുളകും ചെറിയ ഉള്ളിയും കൂടി കരിവേപ്പിലയും ഇത്രയാണ് വേണ്ടത്. ഇപ്പോൾ നല്ല അതിൻ്റെ പുളിയും ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റും പിന്നെ തേങ്ങ അരച്ച ടേസ്റ്റും കൂടി അങ്ങനെ ഒരു ടേസ്റ്റ് ആട്ടോ. തേങ്ങ അരച്ച കറികൾ ഇഷ്ടമുള്ളവർക്ക് ഇതിഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കടുക്, മുളക്, ചുവന്ന മുളക്, കരിവേപ്പില ഇടാട്ടോ. ചുവന്ന മുളക് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചേർക്കാം. അത് വറുത്തിടാൻ വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് ചുവന്ന മുളക് ഇട്ട് പിന്നെ കരിവേപ്പില ഇട്ടിട്ട് ലാസ്റ്റ് കരിവേപ്പില കഴുകിയതാണ്. കുറച്ചിങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചിടാം. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്നിങ്ങനെ നല്ല പച്ച ടേസ്റ്റ് മാറണം. അതുവരെ അതായിട്ടുണ്ട്. നമുക്കൊന്ന് കറിയിലേക്ക് അത് ആഡ് ചെയ്യാം. നല്ല ഫ്ലേവറാട്ടോ. ഇതിൽ ഉരുളക്കിഴങ്ങ് ഗ്യാസ് പ്രശ്നമുള്ളവർക്ക് തേങ്ങയുടെ കൂടെ ജീരകം അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇഞ്ചി അങ്ങനെ അരച്ച് ചേർക്കാം.
അതും പിന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളി ഇടില്ലേ, ആ സമയത്ത് വെളുത്തുള്ളി കൂടെ വറക്കാം. അപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ ആക്കുന്നു. കാരണം നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമായിട്ട് വേണ്ടവർക്ക് തേങ്ങ കൂടെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അരയ്ക്കാം. ഇത്രേ ഉള്ളൂ. ഞാൻ ഗ്യാസൊന്നും ഓണാക്കിയിട്ടില്ല, ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് വറുത്തിട്ടത്. കാരണം അത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഉള്ളി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആക്കണം, എനിക്കിഷ്ടമായി. അപ്പോൾ ഉള്ളവർ ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അല്ല, ആദ്യമായിട്ട് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ടൊന്ന് കമൻ്റ് ഇടണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.